ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു JM അക്കാഡമി. എൻക്ലെക്സ് ആർ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എക്സാമിനൊക്കെ വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ടൈപ്പിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഏതാണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. The nurse is caring for clients during a mass casualty event. The nurse should give priority for treatment to a client with a penetrative head injury who is posturing, facial abrasion who is bleeding from the nose, a gunshot wound to the leg that is bleeding profusely, full thickness burns across 85% of the body who is apneic. So ഇതൊരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. പ്രയോറിറ്റൈസേഷൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ ഓരോ സിസ്റ്റം വൈസ് ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ സിറ്റുവേഷൻ വൈസ് നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു അഡൽട്ട് പേഷ്യൻ്റെ മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും, അല്ലേ? അല്ലെങ്കിൽ ഏത് പേഷ്യൻ്റാണ് ഇമ്മീഡിയറ്റ്ലി അറ്റൻഷൻ വേണ്ടത് അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. ബട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനിൽ അങ്ങനെയല്ല നമ്മൾ പ്രയോറിറ്റൈസേഷൻ ചെയ്യുന്നത്. ഇപ്പം ഒരു ലേബറിലുള്ള ക്ലയൻറ്റിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നത് ചിലപ്പോൾ നോർമൽ ആയിരിക്കും. പക്ഷേ നോർമൽ ഒരു അഡൽട്ട് പേഷ്യൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നത് നോർമൽ അല്ല. അപ്പോൾ അവിടെ നമുക്ക് റെസ്പിറേറ്ററി റേറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് പ്രയോറിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം അത് നോർമൽ ആയതുകൊണ്ട്. അങ്ങനെ ഓരോ സിറ്റുവേഷൻ വൈസും ഓരോ സിസ്റ്റം വൈസും പ്രയോറിറ്റൈസേഷൻ്റെ സ്ട്രാറ്റജീസ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രയോറിറ്റൈസേഷൻ എയർവേ ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലായിടത്തും ആ എയർവേ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതൊക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഏപ്നിക് എന്ന് കൊടുത്തത് കൊണ്ട് ബ്രീത്തിങ് ഇല്ലയെന്ന് മനസ്സിലാക്കി അത് ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബട്ട് ഇവിടെ മാസ് കാഷ്വാലിറ്റി ഇവൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് മീൻസ് ട്രയാജിൽ എങ്ങനെയാണ് പ്രയോറിറ്റൈസേഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ട്രയാജ് നമുക്കറിയാം, കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അല്ലേ? ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ വേണ്ടവരെ ആണെങ്കിൽ നമ്മൾ റെഡ് കാറ്റഗറിയിൽ പറയും. ഡിലേ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് യെല്ലോ എടുക്കാം, അല്ലേ? മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ പറയാം. ഇമിനൻറ്റ്, അതായത് ലൈഫ് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കാറ്റഗറിയിൽ അവരെ ഉൾപ്പെടുത്താം, അല്ലേ? പൾസ് ഇല്ല, റെസ്പിറേറ്ററി റേറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ബ്ലാക്ക് കാറ്റഗറിയിലാണ് വരുന്നത്. ഗ്രീൻ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇഞ്ചുറീസ്, ലാസറേഷൻസ്, ബ്രൂയിസസ് ഒക്കെയാണ് ഗ്രീനിൽ വരുന്നത്. യെല്ലോയിൽ നമുക്ക് കുറച്ചുകൂടെ ഡിലേ ചെയ്യാൻ പറ്റുന്നത്, അതായത് ബ്ലീഡിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. മോഡറേറ്റ് രീതിയിലുള്ള ബേൺസ് ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രാക്ചർ ആണെങ്കിലൊക്കെ നമുക്ക് യെല്ലോയിൽ എടുക്കാം, അല്ലേ? റെഡ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് സിവിയർ ബേൺസ്, ഡിഫിക്കൽട്ടി ബ്രീത്തിങ്, അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ബ്ലീഡിംഗ് ഒക്കെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എ പെനിട്രേറ്റീവ് ഹെഡ് ഇഞ്ചുറി ഹു ഈസ് പോസ്ചറിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഹെഡ് ഇഞ്ചുറി പെനിട്രേറ്റിംഗ് ആണെന്ന് പറയുമ്പോഴേ നമുക്കറിയാം ക്രേനിയൽ ഡാമേജ് അവിടെ ഉണ്ടായിരിക്കും. പൊട്ടൻഷ്യൽ കണ്ടാമിനേഷനോട് ഈ പേഷ്യൻ്റ് എക്സ്പോഷർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്ചറിങ് എന്ന് കൊടുത്തത് കൊണ്ട് ന്യൂറോളജിക്കൽ ഫംഗ്ഷനൊക്കെ ലാക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പേഷ്യനെ നമുക്ക് ബ്ലാക്ക് കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് ഫേഷ്യൽ അബ്രേഷൻസ് ഹു ഈസ് ബ്ലീഡിങ് ഫ്രം ദ നോസ്. ഫേഷ്യൽ അബ്രേഷൻ എന്ന് പറയുമ്പോൾ അത് സൂപ്പർഫിഷ്യൽ ഇഞ്ചുറിയിൽ വരുന്നതാണ്, അപ്പം നോൺ ലൈഫ് ത്രെറ്റനിങ് ആണ്. ഇത് നമുക്ക് ഗ്രീൻ ടാഗിൽ മൈനർ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് എ ഗൺ ഷോട്ട് വൂണ്ട് ടു ദ ലെഗ് ദാറ്റ് ഈസ് ബ്ലീഡിങ് പ്രൊഫ്യൂസ്ലി. സോ ഗൺഷോട്ട് വൂണ്ട് ബ്ലീഡിങ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ബ്ലീഡിങ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഇമ്മീഡിയറ്റ് കെയറിലാണ് അല്ലെങ്കിൽ റെഡ് കളറിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫുൾ തിക്നെസ് ബേൺസ് അക്രോസ് 85% ഓഫ് ദ ബോഡി ഹു ഈസ് ഏപ്നിക്. അതായത് സിവിയർ ആയിട്ടുള്ള ബേൺ ആണ് ആൻഡ് അതുപോലെ തന്നെ ഏപ്നിക് ആണെന്ന് കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ബ്രീത്തിങ് ഇല്ല, റെസ്പിറേറ്ററി എഫേർട്ട് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്കിലാണ് ഈ പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ഇനിയും സർവൈവ് ചെയ്യാൻ സാധ്യത കുറവുള്ളവർക്കല്ല നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റും, അവർക്കാണ് നമ്മൾ പ്രയോറിറ്റൈസേഷൻ ഈ സിറ്റുവേഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലീഡിങ് പ്രൊഫ്യൂസ്ലി ഉള്ള ഗൺ ഷോട്ട് വൂണ്ട് ടു ദ ലെഗ് ഈ പേഷ്യൻ്റിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഈ ഒരു ആൻസർ ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വൂണ്ട് ലെഗിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചൂസ് ചെയ്യാതിരിക്കും. ഓക്കെ, ഹെഡ് ഇഞ്ചുറി ആണല്ലോ കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രോബ്ലം ഉള്ളത്, ന്യൂറോ ആണല്ലോ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഏപ്നിയ എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി ആണല്ലോ എന്ന് വിചാരിക്കും. സോ ഒന്നുകിൽ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ആയിരിക്കും സാധാരണ നോർമൽ പ്രയോറിറ്റൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അറിയാത്ത, സിറ്റുവേഷൻ അനുസരിച്ച് സ്ട്രാറ്റജീസ് അറിയാത്തൊരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത ആൻസർ തേർഡ് വണ്ണാണ്. അപ്പോൾ ആ തേർഡ് വണ്ണിലോട്ട് എത്താനായിട്ട് ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്ത സ്ട്രാറ്റജി നമുക്ക് വേറൊരു ക്വസ്റ്റനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ ഓരോന്നും ഡിഫറെൻ്റ് ആണ്. സിറ്റുവേഷൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഏത് സിസ്റ്റം വൈസ് ആണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ചിലപ്പം ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ കാണില്ല, സിസ്റ്റം വൈസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബോഡി സിസ്റ്റവും പറയില്ല, അല്ലെങ്കിൽ
സിറ്റുവേഷനും കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പം പേഷ്യൻറ്റിൻ്റെ സിംറ്റമോ കോസോ അല്ലെങ്കിൽ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലമോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഡിപ്പെൻസ് ആണ്, അതെങ്ങനെ കൊടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യനിൽ എല്ലാവരും എയർവേ, ബ്രീത്തിങ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഫംഗ്ഷനൊക്കെ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുക, ബോഡി പാർട്ട് വെച്ച് പ്രയോറിറ്റൈസേഷൻ ചെയ്യുക. ചില സിറ്റുവേഷനിൽ നമ്മൾ ലെഗും ഹെഡും വെച്ച് പ്രയോറിറ്റൈസേഷൻ ചെയ്യാറുണ്ട്, നിങ്ങൾക്കത് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ അഡൽട്ട് പേഷ്യൻ്റെ മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ഹെഡ് ഇഞ്ചുറിയും ലെഗ് ഇഞ്ചുറിയും വരുവാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഹെഡ് ഇഞ്ചുറിക്കാണ്. ബട്ട് എഗെയിൻ ഇവിടെ ഞാൻ പറഞ്ഞു പ്രയോറിറ്റൈസേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആകും എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ NCLEX സാറിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനോട് കൂടിയ ക്ലാസ്സസ് സ്ട്രാറ്റജീസ് വെച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.